അപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് മോൾ ഓഫ് ട്രാവൻകൂറിലാണ്. ഇത് വരെ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് എന്താണെന്ന് ഞാൻ വരെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് അകത്ത് പോകാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ യുവർ പാഷനേറ്റ് ഡാൻസർ അമൃതാംബിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മോൾ ഓഫ് ട്രാവൻകൂറിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് വെറുതെ അല്ല. ഞാൻ ഇന്ന് വന്നതിന് ഒരു പ്രത്യേകത ഒരു കാരണമുണ്ട്. ഇന്നിവിടെ 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് ഇവിടെ ഒരു മത്സരം നടക്കാം. സോ ഞാൻ ആ മത്സരത്തില് ഒരു പങ്കാളിയായിട്ട് അല്ലെങ്കിൽ പങ്കെടുക്കാൻ വന്ന ഒരു മത്സരാർത്ഥിയും കൂടെയാണ്. ഞാൻ നിന്റെ ഈ ഒരു ബ്രൗഷർ കണ്ടിട്ടാട്ടോ വന്നത്. അപ്പൊ ഈ ബ്രൗഷറിൽ പറഞ്ഞേക്കുന്നത് 500 ഇട്ടാൽ 1300 തട്ടാം. ഈ തട്ടാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഫുഡ് അടിയുടെ കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നടക്കുക എന്ന് പറഞ്ഞാൽ തീറ്റ മത്സരമാണ് ഈ ലോകത്ത്. എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരത്ത് ഞാൻ ഇതിന് മുന്നേ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറെ വർഷങ്ങളായി, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തീറ്റ മത്സരം ഞാൻ കണ്ടിട്ടില്ല. സോ 1300 ഫുഡ് ഒരാള് തിന്ന് തീർക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാണല്ലോ, ഞാൻ ഇത്രത്തോളം കഴിക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. 1300 ഫുഡ് ഒരാള് കഴിച്ച് തീർക്കുക. പക്ഷെ അവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. സോ 1300 ഫുഡ് കഴിച്ച് തീർക്കണം. പ്ലസ് 1300 ഫുഡ് മാത്രമല്ല അവിടെ കിട്ടുന്നത്, നമുക്ക് 10,000 രൂപയുടെ ഒന്നുമല്ല 10,000 രൂപ കിട്ടും. സോ അതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പൊ സോ ഇത് ഞാൻ അകത്തോട്ട് കയറിയില്ല. അതുപോലെ ഇതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നുള്ള ജഡ്ജസ് ഒക്കെ വരുന്നുണ്ട്. 28th ഈവനിങ് 6 മണിക്ക് മോൾ ഓഫ് ട്രാവൻകൂറിൽ നടത്തുകയാണ്. സോ ഞാനും അതിലെ ഒരു മത്സരാർത്ഥിയാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. 1300 ഫുഡ് എങ്ങനെ ആൾക്കാർ കഴിച്ചു തീർക്കുമോ അങ്ങനെ കഴിച്ചു തീർക്കുന്ന ആൾക്ക് കിട്ടും 10,000 രൂപ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ചിലപ്പോ കിട്ടിയാലോ നമുക്കറിയത്തില്ല, ചിലപ്പോ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനും എൻ്റെ അകത്ത് ഒരു മത്സരാർത്ഥിയും കൂടെയാണ്. സോ എന്നെയും പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. സോ നമുക്ക് അകത്തേക്ക് പോവാം. റെഡി? വെൽക്കം. എല്ലാം ഇങ്ങനത്തെ സാധാ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഫുഡൊന്നും അല്ല. ബിക്കോസ് മറ്റേ ഈ ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. എല്ലാം നല്ല ഈ ബർഗേഴ്സ്, പിന്നെ എന്താ ചിക്കൻ പീസ, പിന്നെ മോമോസ്, ഫ്രൈസ്, അങ്ങനത്തെ കുറെ ജങ്ക് ഫുഡാണ് കൂടുതൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഒരു കമ്പനി എന്ന് പറയുന്നത് വൗ ചൈനയാണ്. പിന്നെ ചിക്കൻ ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, അങ്ങനെ എക്സെട്ര അങ്ങനെ ഒരുപാടുണ്ട്. സോ നമുക്ക് ബാക്കി അകത്തേക്ക് പോകാം. അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം 100 പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോൾ പോയി റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞപ്പോൾ ഞാൻ ചെസ്റ്റ് നമ്പറൊക്കെ എനിക്ക് കിട്ടും. സോ എനിക്കും കഴിക്കാം. എൻ്റെ അടുത്ത് ചെസ്റ്റ് നമ്പർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ചെസ്റ്റ് നമ്പർ വാങ്ങിക്കാൻ പോവുകയാണ്. എന്നെ എല്ലാവരും അനുഗ്രഹിക്കണം. ജയിച്ചൊന്നില്ലെങ്കിൽ കഴിച്ചു. അപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവാണ്. സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ട് കേട്ടോ. സോ ഞാൻ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതെല്ലാം വായിച്ചിട്ട് വേണം നമ്മുടെ പേരൊക്കെ എഴുതി കൊടുക്കാൻ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോവാണ്. എന്റെ ലോട്ട് നമ്പർ കിട്ടിയിരിക്കുകയാണ് 130. അതാണ് എന്റെ സീറ്റ്. അപ്പോൾ ഞാൻ ട്രിഗൻ ഫുഡിയിൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രീയായിട്ട് നമുക്ക് സംസാരിക്കാം. തിരക്കില്ല. നല്ല കാര്യമാണ്. കണ്ടന്റുകൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനകത്ത് ആൾക്കാരെ ഫുഡിലോട്ട് ഫുഡിനെ കുറിച്ച് റിലീജിയൻ ഇല്ല, വേറെ ബോർഡേഴ്സ് ഒന്നും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സംഭവം.
ഞാൻ ആക്ച്വലി ഈ ഫുഡ് മനുഷ്യരെ കഴിക്കുന്ന ആളല്ല. ഈ ഫുഡിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ ഇഷ്ടമാണ്. അത് നമ്മൾ മടുക്കാത്ത കാര്യമാണ്. ഇതാണോ കൂടുതൽ ഇൻട്രസ്റ്റ് വീട്ടിലെത്തേക്കാളും? എനിക്ക് ഏറ്റവും കൂടുതലാണ് ഊണ് കഴിക്കാറുണ്ട്. ഊണ്, അവിയൽ, സാമ്പാർ, മീൻ. ചേട്ടൻ എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ സൂരജ് ചേട്ടനെ കണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റാർട്ടിക്കാൻ പോവാണ്. ആരംഭിക്കാൻ പോകുന്നതാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. എന്റെ കൂടെ ചേട്ടനെ മത്സരിക്കുന്നുണ്ട്. ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന 5 ഒരു നല്ല കയ്യടി. 10,000 രൂപ, 500 രൂപ കൊടുത്ത് 10,000 രൂപ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മുടെ തീറ്റ മത്സരമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വൻപിച്ചോടുകൂടി ഞാൻ കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാം ക്ലീൻ ആയിട്ട് പാക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. വീട്ടുകാരൊക്കെ വന്നു കാണാം. എൻ്റെ ചേട്ടൻ്റെ കൂടെ എൻ്റെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്നു. ഞാൻ ഒരേപോലെ തോന്നിയിരിക്കുകയാണ്. പ്രോഗ്രാം വൈൻഡപ്പ് ആയിട്ടില്ല. അതിൽ സമ്മാനദാനങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൂരജ് ചേട്ടൻ പറഞ്ഞു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നോക്കണ്ട. നമ്മൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ എൻ്റെ ബെല്ലൈക്കൺ അമർത്തി പൊട്ടിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഇനിയും വരുന്ന ബ്ലോഗ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്കിനി അടുത്തവരേക്കും കാണുന്നവരേക്കും ബൈ ബൈ.